കാട്ടാളം പൊട്ടാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കോ സിനിമ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ മനസ്സിലാവും. അതായത് മാർക്കോ സിനിമ സെറ്റ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതായത് ആ സിനിമയിൽ ഒരു റേഞ്ച് ഉണ്ട്. അതായത് ഉണ്ണി മുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ, നിങ്ങളിപ്പം കാട്ടാളം കണ്ടല്ലോ, കാട്ടാളം കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്കോ കണ്ടു നോക്കണം. വെറുതെ ഒന്ന് മാർക്കോ വരെ ജസ്റ്റ് യൂട്യൂബിൽ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഉണ്ണി മുകുന്ദൻ ആ ഒരു ക്യാരക്ടർ ചെയ്തതും അതുപോലെ ആന്റണി വർഗീസ് പെപ്പെ ആ ഒരു ക്യാരക്ടർ ചെയ്തതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഉണ്ണി മുകുന്ദൻ അത്രയ്ക്കധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് വേണ്ടി. ഞാൻ ആന്റണി വർഗീസ് പെപ്പെ എഫേർട്ട് എടുത്തില്ലെന്നല്ല പറഞ്ഞത്. ഉണ്ണി മുകുന്ദൻ അതായത് ഉണ്ണി മുകുന്ദൻ്റെ വാക്കും സ്റ്റൈലും എല്ലാം കൊണ്ടും ആ ഒരു ക്യാരക്ടറായിട്ട് മാറി പുള്ളിക്കാരൻ. പക്ഷേ ഇപ്പോഴത്തെ ആന്റണി വർഗീസ് പെപ്പയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ഒട്ടും ആ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ ഒട്ടും അതായത് പുള്ളിക്കാരനെ പറ്റിയ ഒരു ക്യാരക്ടർ അല്ലെന്ന് തോന്നി. മറിച്ച് ഇപ്പോഴത്തെ മാർക്കോയിൽ ആ ഒരു ക്യാരക്ടർ ഉണ്ണി മുകുന്ദൻ അല്ലാതെ വേറെ ആരെ പോലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഉണ്ണി മുകുന്ദൻ ആ ഒരു റേഞ്ചിലൊക്കെ ചെയ്തു വെച്ചു. ഞാൻ ജസ്റ്റ് ചുമ്മാ എടുത്ത് മാർക്കോയിലെ ഒരു സ്റ്റെയർ കേസ് ഫൈറ്റ് ഉണ്ട്, അത് ചുമ്മാ ഒന്ന് കണ്ടു. ചുമ്മാ ഒന്ന് ആ സീൻ കാണുമ്പോൾ തന്നെ ഗൂസ് ബംസ് ആണ്. കാരണം ആ വിധത്തിലാണ് ഉണ്ണി മുകുന്ദൻ ആ ക്യാരക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയത് ആ ഒരു റേഞ്ചിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ആൾക്കാർ കണ്ട് ആ ഒരു പ്രതീക്ഷയിൽ ചെന്ന് കാട്ടാളം കണ്ടപ്പോൾ ആർക്കും ഇഷ്ടപ്പെടാത്തത്. കാരണം പെപ്പേനെ കൊണ്ടൊന്നും പറ്റാത്തൊരു റോളായിരുന്നത്. അതായത് പെപ്പെ എത്ര ചെയ്തിട്ട് അതായത് പെപ്പെ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത് അതിൽ കാണാൻ പറ്റും. പക്ഷെ അതൊന്നും വർക്കാവുന്നില്ല. അതായത് പെപ്പേനെ മാസ് ഡയലോഗ് ഒന്നും ഏൽക്കുന്നില്ല. അത് പെപ്പെ വന്നിരുന്നിട്ട് ഇന്റർവ്യൂ ബ്ലോക്കിൽ പറയുന്ന കാര്യങ്ങളായാലും ഒന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് കാട്ടാളം എന്ന സിനിമ ഒട്ടും വർക്കാവാത്ത കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത് സ്റ്റോറി ഭയങ്കര വീക്കാണ്. അതുപോലെ ഇമോഷണൽ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് കണക്ട് ആവുന്നില്ല. അങ്ങനെ അതായത് ഈ പെപ്പയ്ക്ക് പകരം വേറെ ആരെങ്കിലും ആ ഒരു റോൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വർക്കായി. അതായത് കുറച്ചും കൂടെ ഒന്ന് അല്ലെങ്കിൽ പെപ്പെ വേണ്ടത് വേറെ ഏതെങ്കിലും തമിഴ് നടന്മാർ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വിക്രം, അതായത് തമിഴ് നടൻ വിക്രം, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ക്യാരക്ടർ വർക്കായി പോയേനെ. ഈവൻ നമ്മളെ തെലുങ്കിൽ തന്നെ ഇതൊരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടമാണ്. അപ്പോൾ ഈ പെപ്പയ്ക്ക് പറ്റിയൊരു ക്യാരക്ടർ അല്ല. പെപ്പെ നല്ലൊരു നടനാണ്, എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള നടനാണ്, ഒരുപാട് കാലിബറുള്ള നടനാണ്. പക്ഷേ ഈ ഒരു റോള് പുള്ളിക്കാരൻ ഒട്ടും ആപ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ അത് ചെയ്തതാണ് പുള്ളിക്കാരൻ പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉണ്ണി മുകുന്ദൻ മാർക്കോയിൽ, അത് ഞാൻ മാർക്കോ പറയും, മാർക്കോയിൽ വലിയ കഥയായിട്ടൊന്നും ഇല്ല. അതായത് ഫസ്റ്റ് ഹാഫിൽ വലിയ നമുക്ക് സ്റ്റോറി വൈസ് അത് വളരെ ആവറേജ് കഥയാണ്. പക്ഷേ ആ സിനിമയിലെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ്റെ വാക്ക്, സ്റ്റൈല്, പുള്ളിക്കാരൻ്റെ ഒരു അതായത് സ്ക്രീൻ പ്രസൻസ് എല്ലാം കൊണ്ട് ആ ഒരു സിനിമ കെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആക്ഷൻ സീനിലൊക്കെ ഉണ്ണി മുകുന്ദൻ ഗംഭീരമാണ്. അതായത് നമുക്ക് മലയാളത്തിൽ വേറെ ആരും പോലും ചിന്തിക്കാൻ പോലും പറ്റുന്ന വിധത്തിൽ ഉണ്ണി മുകുന്ദൻ ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോയി മാർക്കോ എന്ന് പറയുന്നത്. അതിപ്പോൾ അതിൻ്റെ ഇപ്പോൾ ലോഡ് മാർക്കോ എന്നൊന്നും അനൗൺസ് ചെയ്തില്ല. അതിലിപ്പോൾ ഉണ്ണി മുകുന്ദന് പകരം വേറെ ആരെ വെച്ചാൽ പോലും അത്രയും സെറ്റ് ആവില്ല. കാരണം ഉണ്ണി മുകുന്ദൻ ആ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഹൈ എത്തിക്കഴിഞ്ഞു. ഇനി അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ കൊണ്ടുപോയിക്കാന്ന് പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പെട്ടു. കാരണം അങ്ങനെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാരണം ഉണ്ണി മുകുന്ദൻ ആ ലെവൽ ഓഫ് ആണ് ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാട്ടാളം കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അതാണ്, ഈ ആന്റണി വർഗീസ് പെപ്പയെ കൊണ്ട് പറ്റുന്നില്ല. അതായത് ആ ഒരു അത്രയും ഹെവിയാണ് ആ ഒരു ക്യാരക്ടർ. അതായത് കാട്ടാളിലെ ആന്റണി വർഗീസ് പെപ്പയ്ക്ക് കൊടുത്ത ക്യാരക്ടർ ഭയങ്കര ഹെവി ക്യാരക്ടറാണ്. അത് എഴുത്തിലൂടെ ആ ഒരു ക്യാരക്ടറിൻ്റെ എഴുത്തിലൂടെ ആ ക്യാരക്ടർ അത്രയും മികച്ചതായില്ല. എന്നാൽ ആന്റണി വർഗീസിൻ്റെ സ്വാഗും ഡയലോഗ് കൊണ്ടും ആ ക്യാരക്ടർ വളരെ താഴെ പോയി, അത് വീക്കായി. അങ്ങനെയാണ് ആ സിനിമ മൊത്തത്തിൽ പരാജയപ്പെട്ടത്. അല്ലാതെ പിന്നെ അതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ വർക്കാവാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ആ ഒരു ടെംപ്ലേറ്റ് ആണ്. ഓവർ ദി ടോപ്പ് ആക്ഷനും ലോജിക്കൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അത്. ചിലപ്പോൾ തെലുങ്ക് നാട്ടിൽ വർക്കാവാൻ ചാൻസ് കുറവാണ്. കാരണം അവിടെ പുഷ്പ ഇതേ ടെംപ്ലേറ്റ് ആണ്. പക്ഷേ തമിഴ്നാട്ടിൽ ചിലപ്പം ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് അവിടെ അധികം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അത് വർക്കാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ണി മുകുന്ദൻ്റെ ഒരു മാർക്കോയിൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ ഒരു ഉണ്ണി മുകുന്ദൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളിക്കാരൻ്റെ ഓരോ ഫൈറ്റ് സീനും പുള്ളിക്കാരൻ്റെ മൂവ്മെൻറ്റും എല്ലാം ഗംഭീരമാണ്. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ചില സമയത്ത് പുള്ളിക്കാരൻ വന്നിരുന്ന് പറയുന്ന ഒരു ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം ഗംഭീരമാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റെയർ കേസ് ഫൈറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് അടിക്കും. അതുപോലെ തന്നെ ചർച്ചിലൊരു സീനുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡയലോഗും പിന്നെ പുള്ളിക്കാരൻ്റെ നോട്ടവും പിന്നെ എടുത്തു പറഞ്ഞ പുള്ളിക്കാരൻ ലുക്കാണ്. ആ ഒരു ഫിസിക്ക് കംപ്ലീറ്റ് ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലോട്ട് പുള്ളിക്കാരൻ എത്തിക്കഴിഞ്ഞു. അതാണ് എനിക്ക് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. അല്ലാതെ കഥ വൈസ് ആ സിനിമ ഒന്നുമില്ല, സ്റ്റോറി ഒന്നുമില്ല, വയലൻസ് കാണിക്കാൻ വേണ്ടി എടുത്തൊരു പടമാണ് അവർ. പക്ഷെ അത്ര വൃത്തിക്ക് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. കിടിലൻ മേക്കിങ്ങും പിന്നെ നടൻ ഒരു രക്ഷയില്ലാത്ത നടനും പിന്നെ കിടിലൻ വില്ലന്മാരും. അതായത് വില്ലനോട് നമുക്ക് അത്രയ്ക്ക് ദേഷ്യം തോന്നും, വില്ലനെ നരകിപ്പിച്ച് കൊല്ലണം നമുക്ക് തോന്നുമ്പോൾ ഉണ്ണി മുകുന്ദൻ അത് ചെയ്യും. അപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി, നമുക്ക് അത്രയും ഹൈ കിട്ടി, ആ സിനിമ അത്രയും ഹിറ്റായത്. പക്ഷേ ഇപ്പോഴത്തെ കാട്ടാളനിൽ അങ്ങനത്തെ ഒരു ഫാക്ടറൊന്നും ഇല്ല. സത്യമായിട്ടും കാട്ടാളന് അത്രയും ഒരു ഇതില്ല. അതായത് പെപ്പെ വിളന്നിരുന്നിട്ട് മാസ്റ്റർ ഒന്നും ഏൽക്കുന്നില്ല, തിയേറ്ററിൽ അനക്കൊന്നുമില്ല. കാരണം പെപ്പയെ കൊണ്ട് പറ്റാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ ഉണ്ണി മുകുന്ദൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് മാർക്കോയിൽ ഒരു ഫ്രഷ് ഉണ്ടായിരുന്നു. അതായത് പുതിയൊരു ടൈപ്പ് ഒരു ഡോഗിനെയൊക്കെ വെച്ച് നല്ല നല്ല വൃത്തിക്ക് നല്ല അടിപൊളി ചെയ്തെടുത്തു. പക്ഷെ ഇവിടെ കാട്ടാളനിലേക്ക് വന്നപ്പോഴത്തേക്കും KGF അവിടെ എടുത്ത് ഇവിടെ ഇട്ട്
അത്രേ ഉള്ളൂ. അതായത് KGF മറ്റേ റോക്കി ബൈനെ കെട്ടിയിട്ടിട്ട് ഒരു സീനുണ്ട്, അതുപോലെ എടുത്ത് ഇതിലിട്ട് അത് തന്നെ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഒരു പുതിയ ഇൻട്രോ കണ്ടുപിടിക്കുക. ചിലപ്പോൾ അങ്ങനെ ചിലപ്പം ആ ഇൻട്രോയിൽ ചിലപ്പോൾ ഒരു കൈഡിന്ന് കിട്ടിപ്പോയതിനാ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് വേറൊരു ടൈപ്പ് ഇൻട്രോ അവർക്ക് സെറ്റ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ ആ ഇൻട്രോ തന്നെ ഒരു പാളിപ്പോയി. ഒരു സിനിമയിൽ ഇൻട്രോ ഇതിലോട്ട് ഇടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഒരു വാവ് ഫാക്ടർ പോകും. അവർ കാണാത്ത പുതുമയുള്ള അല്ലെങ്കിൽ ആരും ഇതുവരെ ട്രൈ ഔട്ട് ചെയ്യാത്ത ഒരു ഫ്രഷ് ഇൻട്രോ ആണ് ആനിമൽ സഭയ്ക്ക് കൊടുത്തേ കൊള്ളായിരുന്നു. പക്ഷെ മാർക്കോയിൽ അവരത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡോഗിൻ്റെ ഇൻട്രോ, ആ പട്ടിയെ കാണിച്ചിട്ട് ഉണ്ണിമുതനെ കാണിക്കുന്ന ആ ഒരു ഇൻട്രോ എന്ന് പറയുന്നത് ടോപ്പായിരുന്നു. അതാണ് ആ സിനിമയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ആൾക്കാരൊക്കെ കൈയടിക്കാനുള്ളത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ണിമുന്നിൻ്റെ ഫൈറ്റും ഉണ്ണിമുന്നിൻ്റെ സ്വാഗും ഡയലോഗ് ഡെലിവറിയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊണ്ട് പടം കയറിപ്പോയി. പിന്നെ ആ സമയത്ത് രവി ബസൂറിനെയൊന്നും രവി ബസൂറിൻ്റെയൊക്കെ എനിക്കൊന്നും മാർക്കോയിൽ രവി ബസൂറിൻ്റെ പീക്ക് BGM ഇട്ട് തന്നു. പക്ഷെ ഇപ്പുറത്ത് കാട്ടാളൻ വന്നപ്പോൾ കുറേ വെറുപ്പീരായിരുന്നു. കുറേ അനാവശ്യമായിട്ടുള്ള BGM ഒക്കെ ഇട്ട് ഒരു രസമില്ലാത്ത പോയി. പക്ഷെ മാർക്കോ ആണ് രവി ബസൂറിൻ്റെ മലയാളത്തിൽ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ്രോയിഡ് സഭ നല്ലൊരു നടനാണ്. പുള്ളിക്കാരന് വേറെ റോൾസൊക്കെ പറ്റുള്ളൂ. ഈ റോൾ പുള്ളിക്കാരന് പറ്റുന്ന റോൾ അല്ലായിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ തിരിച്ചു വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ.